ഇത് നമ്മുടെ സാധാരണ ഗോതമ്പ് ദോശ. ഇതിനേക്കാളും നല്ല മയത്തിലുള്ള ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് വീട്ടമ്മമാർക്ക് ഈ ഗോതമ്പ് ദോശ വളരെ പ്രിയപ്പെട്ടതാണ്. ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമായിരിക്കും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശ. ഈ ദോശ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. മിക്സിയുടെ വലിയ ജാർ തന്നെ എടുത്ത് വയ്ക്കാം. അതിലേക്ക് 2 കപ്പ് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. കോഴിമുട്ടയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ തികച്ചെടുത്തിട്ടില്ല, അതിനേക്കാൾ ഒരല്പം കുറവാണ്. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യോ നല്ലെണ്ണയോ അങ്ങനെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ചേർത്ത അതേ കപ്പ് അളവിൽ തന്നെ ആട്ട ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ആട്ട. കപ്പിൻ്റെ മുകൾ ഭാഗം ഒന്ന് വടിച്ചതിന് ശേഷമാണ് ആട്ട എടുത്തിരിക്കുന്നത്. അത് 2 കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലവറാണ് നമ്മുടെ ദോശയെ നല്ല സോഫ്റ്റാക്കി തീർക്കുന്നത്. ഇനി സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം മിക്സിയിൽ 30 സെക്കൻഡ് മാത്രം അടിച്ചെടുക്കുക. ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കുക. കട്ടയെല്ലാം ഉടഞ്ഞതിന് ശേഷം വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണിന് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒരു 30 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ദോശമാവ് റെഡിയായി കിട്ടിയിരിക്കുന്നത്. അധികം ലൂസല്ല, കട്ടിയുമല്ല. ഇനി ഇത് നല്ല ചൂട് പാനിലേക്ക് ഒഴിച്ച് സാധാരണ ദോശ ഇടുന്ന പോലെ ചുട്ടെടുക്കുക. ഇനി എണ്ണ തൂകുന്നത് ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ബാറ്ററിൽ ഏത് ഓയിലാണോ ഉപയോഗിച്ചത് അതേ ഓയിൽ തന്നെ ഈ ദോശ ചുടുമ്പോഴും ഉപയോഗിക്കുക. 2 വശവും തിരിച്ചും മറിച്ചു വിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊരിച്ചെടുക്കുക. ഇത് രാവിലെ ആണെങ്കിൽ നല്ല തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ കടലക്കറി, സാമ്പാർ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണല്ലോ. ഇതിപ്പോൾ ഞാൻ അത്താഴത്തിനാണ് വിളമ്പുന്നത്. ഇറച്ചിക്കറിയും മീൻ കറിയും ഇത് രണ്ടും കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളമ്പുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് കൂടി ചെയ്യണേ. താങ്ക്